ഏകദേശം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് മുടിക്ക് ചെയ്യുന്ന ഒരു ടിപ്സുമായിട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ നമുക്ക് തലയ്ക്ക് ദിവസമൊക്കെ ഇത് ചെയ്ത് കൊടുത്താൽ മുടി നല്ല ഉള്ളോടെയും നല്ല സ്മൂത്തായിട്ടൊക്കെ കിടക്കും. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ അതുപോലെയൊന്നും അത്രത്തോളം ആവത്തില്ല. ഒരു പകുതി ശതമാനമൊക്കെ അതുപോലെ വരത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ സ്മൂത്തായിട്ട് കിടക്കാനും നല്ല സ്ട്രെയിറ്റ് ആവാനൊക്കെ നല്ലതാണ്. ഒരു 60-70% നല്ലപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. അപ്പം അതിനെ പറ്റി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്തുവേലും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം വേണ്ടത് വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്ക് നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. പിഞ്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ മുറ്റിയതായാലും കുഴപ്പമില്ല. ഒരുപാട് മുടിയുള്ളവർക്ക് 2 വെണ്ടയ്ക്കയും കൂടെ എടുക്കാം. ഒരു മീഡിയം മുടിയുള്ളവർക്കൊക്കെ ഇതായാലും മതി. ഒരുപാടങ്ങ് കൂടുതൽ എടുക്കണമെന്നില്ല. ഇതിൻ്റെ കൂടെ ഒരു 2 കൂടെ എക്സ്ട്രാ എടുക്കുക, അത്രയും മതി. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഈ പാത്രത്തിലോട്ട് വാരിയിടാം. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം, 1-1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. അതിനായിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് വെണ്ടയ്ക്ക വെച്ച് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. ആ വെണ്ടയ്ക്കകത്തുള്ള ഒരു കൊഴുപ്പുണ്ടല്ലോ, അത് വെള്ളത്തിലോട്ട് ഇറങ്ങാം. അതുവരെ നമുക്കൊന്ന് തിളപ്പിക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി തിളച്ചിട്ട്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. നമുക്കപ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഇതൊന്ന് ഉടച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് അതിലെ ജ്യൂസൊക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇനി ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു 2.5 കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഒരുപാട് വെള്ളം കോരി ഒഴിക്കാതെ ആദ്യം കുറച്ച് വെള്ളത്തിൽ തന്നെ ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഏകദേശം ആറിയിട്ടുണ്ട്. ഒരുപാട് നല്ലപോലെ തണുത്തിട്ടില്ല. നമുക്ക് ഈ പരുവത്തിൽ തന്നെ എടുക്കാം. ഇനിയിപ്പം ഈ വെണ്ടയ്ക്ക നമ്മളിപ്പോൾ ഇത് കുറുക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക ഒന്നുകൂടെ ചൂടാക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ലപോലെ തണുത്തിട്ട് അരിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ അരിച്ചു കൊടുക്കാം. വെണ്ടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേവിക്കുന്ന സമയത്ത് വെണ്ടയ്ക്ക ഒന്ന് ഉടച്ചു കൊടുത്താൽ നല്ലതാണ്. നമ്മൾ നല്ലപോലെ വെണ്ടയ്ക്ക കുറുക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഈ വെണ്ടയ്ക്കയിൽ നിന്ന് എടുത്ത ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ കോൺഫ്ലോർ ഇല്ലേ, അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 1/4 ഗ്ലാസിൻ്റെ പകുതി താന്ന് ഇത്തിരി കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പം ഒട്ടും കൈവിടാതെ തന്നെ ഇളക്കണം. ഇല്ലെങ്കിൽ അടിയിൽ ഇതുപോലെ ഇത് മാവല്ലേ, അപ്പോൾ അത് അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ കുറുക്കിയെടുക്കണം. തീ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് കുറുക്കിയെടുക്കാം.
പോലെ ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ആറാണ്ട് വേണമെങ്കിൽ കുറച്ച് പരന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്തിരി പെട്ടെന്ന് ആറി കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണയോട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് തലയിൽ തേക്കുന്ന ഏത് എണ്ണയാണോ അത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. എണ്ണ പിന്നെ ആറിക്കഴിഞ്ഞിട്ട് മുടി തേക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിതൊന്നുകൂടെ സെറ്റാവാനായിട്ട് നേരത്തെ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇത് അരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഞാൻ ഇപ്പം അരിക്കുന്നില്ല. താരനൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലപോലെ അരിച്ചെടുത്തിട്ട് പിന്നെ ഉപയോഗിക്കാവൂ. ഇത് അരിക്കേണ്ട ആവശ്യം വല്ലാത്ത വരുന്നില്ല. ഇതിനകത്ത് അത്ര അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയേക്കുന്നത്. പിന്നെ കോൺഫ്ലവറിൻ്റെയൊക്കെ ഒരു കട്ടയാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഓയിലൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് വെച്ചിരിക്കാം. അപ്പോൾ നമ്മുടെ പാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്കാൽപ്പിലൊന്നും പറ്റണമെന്നില്ല. പറ്റിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് വേറെ കെമിക്കലൊന്നുമില്ല. എന്നാലും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മുടി റെഡിയാക്കാനാണ് ഇത് മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ എണ്ണ വേണമെന്നുള്ളവർക്ക് തേച്ച് കൊടുക്കാം. കുറച്ച് മുടിയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് തേച്ച് കൊടുക്കാം. മുടിയുടെ താഴെ വരെ നല്ലപോലെ നൂത്ത് തേച്ച് കൊടുക്കണം. അപ്പോഴേ അത് മുടി നൂന്ന് വരത്തുള്ളൂ. മാക്സിമം മുടിയുടെ ഉടക്കൊക്കെ അറുത്തിട്ട് വേണം. ഉടക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ കെട്ട് ഒക്കെ അറുത്തിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. കാക്ക ഭയങ്കര ബഹളം. വൈകുന്നേരം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഇങ്ങനെ മുടി നല്ലപോലെ ഒതുക്കി ആ ഉടക്കൊക്കെ മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഇത്രയും കട്ടി തന്നെ വേണം. പക്ഷേ കട്ടി ഉണ്ടെങ്കിൽ ഇത് സോഫ്റ്റാണ്. അപ്പോൾ അത്രയും കട്ടി ഉണ്ടെങ്കിൽ ആ മുടിയിൽ നമുക്ക് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെ തന്നെ വടി പോലെ ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് വെള്ളമാക്കി കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. കാക്ക ഭയങ്കര പ്രശ്നമാണ്. വൈകുന്നേരം തൊട്ടേ ഈ കൊമ്പിലിരുന്ന് കരയും, അപ്പുറത്തെ കൊമ്പിൽ നിന്ന് കരയും. ഇവിടെ കിളികളൊക്കെ ഉണ്ടായത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. കരിയിലക്കിളി എപ്പോഴും വരും. ജാമ്പയ്ക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആവുന്ന സമയത്ത് എപ്പോഴും കരിയിലക്കിളി ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ കാണും. അല്ലെങ്കിലും കാണും. വൈകുന്നേരം ഞങ്ങളുടെ ചോറ് വൈകുന്നേരം വേസ്റ്റൊക്കെ കഴിക്കാനായിട്ടൊക്കെ വരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. എന്നാലും കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. കൂട്ടമായിട്ടാണ് വരുന്നത്. 1-2 വട്ടമൊന്നും വരത്തില്ല. അപൂർവമായിട്ടൊക്കെ 1-2 വട്ടമൊക്കെ വരും. അല്ലെങ്കിൽ മൊത്തം കൂടെ ഒത്താണ് വരുന്നത്. ഞാൻ ചിലപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ അരിയിട്ട് കൊടുക്കുമ്പോൾ അത് വിചാരിക്കാൻ കല്ലങ്ങാണ്ട് വെച്ച് എറിയാമെന്ന് വിചാരിച്ച് അത് പറന്നു പോകത്തുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരവ് കൊത്തിപ്പറക്കി തിന്നും. ഒരുപാട് മുടിയൊക്കെ ഉള്ളവർക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണേന് നല്ലത്. എനിക്ക് പിന്നെ കുഴപ്പമില്ല. എനിക്ക് തേക്കത്തൊക്കെ മുടിയേ ഉള്ളൂ. ഇത് ബാക്കിലോട്ടൊക്കെ ഇടയ്ക്ക് കുറച്ചൊക്കെ മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് അങ്ങ് കൊഴിഞ്ഞു പോയി.
അപ്പോൾ കൊഴിഞ്ഞു പോയോണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് ഇത് വീണ്ടും പഴയതൊക്കെ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. പാക്കും അതുമില്ല. അപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് ഇരിപ്പുണ്ട്, അത് ബാക്കി സ്ഥലത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ഇട്ടേക്കണം. 1 മണിക്കൂറോ ഇട്ടെന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല. കുറച്ചും കൂടി ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് കഴുകി റെഡിയാക്കി എടുക്കണം. ഞാൻ താളിയിട്ടാണ് കഴുകുന്നത്. അപ്പോൾ ഇനി താളിയും കൂടെ പാക്കാക്കിയിട്ട് വേണം ഇനി ഇത് കഴുകി കളയാനായിട്ട്. അപ്പോൾ ഞാൻ അത് നല്ലപോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ മുടി സ്ട്രെയിറ്റ് ആവുമെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ സ്ട്രെയിറ്റ് ആവുന്നത്. അല്ലാതെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി സ്ട്രെയിറ്റ് ആവുന്ന കണക്കങ്ങ് നല്ലപോലെ അങ്ങ് ആവത്തില്ല. എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട് നല്ലതൊന്നും തോന്നിക്കുന്നുണ്ട്. നല്ലപോലെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ നനഞ്ഞ മുടികളായിട്ടാണ് ഇങ്ങനെ തോന്നുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ ചിലപ്പം കുറച്ചൊന്ന് മാറ്റം വരും. പിന്നെ സ്ട്രെയിറ്റ് ആവുന്നതിനെക്കാട്ടി നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഇത് ഉള്ളുള്ള കണക്ക് തോന്നുന്നുണ്ട്. നല്ലപോലെ ഇത് നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അറിയാൻ പറ്റും. നല്ല ഒരു ഇത് ഉള്ളായിട്ട് തോന്നും. ഒത്തിരി കനമുള്ള കണക്കൊക്കെ മുടിക്ക് തോന്നും. അതുപോലെ തന്നെ നല്ല തിളക്കവും തോന്നുന്നുണ്ട്. ഇത് ഉണങ്ങിയാലേ കറക്റ്റ് ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒന്നും ഇപ്പം കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ വെറും വെണ്ടയ്ക്ക മാത്രം ആയാലും മതി. എന്നാലും ഇതുപോലെ ഏകദേശമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെയൊക്കെ നമുക്ക് മാറ്റിയൊക്കെ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇന്ന് ചെയ്തതല്ല, വേറെ ദിവസം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.